മുംബൈയിലെ ബാന്ദ്ര എന്ന സ്ഥലത്തെ പോർഷ് ഏരിയയിലുള്ള അജ്നാര കോളനി വലിയ പോർഷായിരുന്നു. ഈ പോർഷ് ഏരിയയിൽ വലിയ വലിയ പണക്കാര്, വലിയ വലിയ വീടുകൾ, വലിയ വലിയ കാറുള്ളവരായിരുന്നു. ഒരു ദിവസം മിസസ് മലിക് മിസസ് ദേശായും കൂടെ ബാൽക്കണിയിലിരുന്ന് വർത്താനം പറയായിരുന്നു. മിസസ് ദേശായി, അറിഞ്ഞോ അവിടെയുള്ള ആ ബംഗ്ലാവ് വിറ്റൂന്ന്? ഓ റിയലി? എന്റെ ഹസ്ബൻഡ് ഓൾറെഡി അത് വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടുത്തെ ഓണർ അതിന് ഭയങ്കരമായിട്ട് വിലയിട്ടുന്നേ. ബഡ്ജറ്റ് കയറിയോണ്ട് പിന്നെ പുള്ളി ആഗ്രഹങ്ങൾ വിട്ടു. ആണോ? ഞങ്ങളും പർച്ചേസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാ. ഞങ്ങൾക്ക് ബഡ്ജറ്റിന്റെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം പുതിയൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തേ. അതിലേക്ക് ഇട്ടു എല്ലാ ഇൻവെസ്റ്റ്മെന്റും കൂടെ. അറിയില്ല ഇതിപ്പോ ആരാ വാങ്ങിയെന്ന്. അവര് സംസാരിക്കുന്നിടയിൽ ആ ബംഗ്ലാവിന്റെ ചെറിയ വാതിലിലൂടെ ആശുതോഷ് എന്ന് പറയുന്ന ആള് സാധാരണ വസ്ത്രം ധരിച്ച് ഗോൽഗപ്പ നിറഞ്ഞിരിക്കുന്ന ഉന്തുവണ്ടിയും കൊണ്ട് വരും. എടി സംഭാവനേ, നീ എവിടെയാ? നിനക്കറിയാലോ എനിക്ക് ജോലിയുടെ കാര്യത്തിൽ വൈകുന്നത് ഇഷ്ടമേ അല്ല. ആശുതോഷ് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഭാര്യ സംഭാവന പെട്ടെന്ന് പുറത്തേക്ക് വരും. ദേ വന്നേ, 2 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ശരി ശരി, നമുക്ക് പോവാം. ഇവിടെ ആദ്യത്തെ ദിവസമാണ്, ഒട്ടും വൈകിക്കാൻ പറ്റില്ല. അവരാ ഉന്തുവണ്ടിയും കൊണ്ട് അങ്ങ് പോകും. ഇത് കണ്ട് മിസ്സിസ് ദേശായിക്കും മിസ്സിസ് മലിക്കിനോ ഇഷ്ടപ്പെട്ടില്ല. എന്റെ ദൈവമേ, എങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നത്? ഈ ഉന്തുവണ്ടിയുടെ ഇടയ്ക്കാണോ ഇനി നമ്മൾ ജീവിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ആ ഓണർ ഇവർക്ക് വാടകയ്ക്ക് വല്ലതും കൊടുത്തതായിരിക്കും വീട്. അവര് സംസാരിക്കുന്ന ഇടയിൽ ആശുതോഷ് വിളിക്കാൻ തുടങ്ങി. അതെ ചേട്ടാ, ഗോൽഗപ്പേ വാങ്ങാം. ഗോൽഗപ്പേ, നല്ല ചൂടുള്ള ഗോൽഗപ്പേ വാങ്ങാം. ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് താമസിച്ചാ നമ്മുടെ അന്തസ്സിനെ അത് ബാധിക്കില്ലേ? നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ റെന്റൊക്കെ എങ്ങനെയാന്ന്. ഇവരെ പോലത്തെ പാവപ്പെട്ടവർക്കൊന്നും ഇവിടെ റെന്റ് പോലും താങ്ങില്ല. അത് പറഞ്ഞത് ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഇവർ മറ്റേ മിസ്റ്റർ അയ്യരെയും മിസ്സിസ് അയ്യരെയും കൊന്നിട്ടാണ് ഇവിടെ വന്നതെന്നാ. അപ്പോഴേക്കും മിസ്സസ് ദേശായി അവിടെ എത്തും. അത് സത്യ പറഞ്ഞേ, എനിക്ക് ഡൗട്ട് ഉണ്ട് ആ കാര്യത്തിൽ. ഇവര് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതിനുവേണ്ടി എന്റെ നല്ലൊരു ഐഡിയ ഉണ്ട്. അതെന്താ മിസ്സസ് ദേശായി? ആ ഗോൽഗപ്പേക്കാരന്റെ ഭാര്യയില്ലേ, അവളെ നമുക്ക് നമ്മുടെ കിറ്റി പാർട്ടിയിൽ എങ്ങനെയും ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പം നമുക്കറിയാലോ ഈ ബംഗ്ലാവ് എങ്ങനെ അവര് കൈവശമാക്കിയെന്ന്. അത് നല്ല ഐഡിയ ആണ്. ആ സ്ത്രീയെ നമുക്ക് അങ്ങനെ വേണം ഉപദ്രവിക്കാൻ. അപ്പൊ പിന്നെ താനെ ഇവിടെ നിന്ന് അങ്ങ് പൊക്കോളും. കിട്ടി പാർട്ടിയിലെ 10 സ്ത്രീകൾ അങ്ങനെ അവരുടെ ഗോൽഗപ്പ കടയിൽ വരും. ആഹാ, കൊള്ളാലോ. ഇന്ന് എത്ര ചേച്ചിമാരാണ് ഇവിടെ ഗോൽഗപ്പ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്? അയ്യോ അല്ല, ഞങ്ങൾ ഡയറ്റ് ചെയ്യുന്നോണ്ട് ഇതുപോലത്തെ ആഹാരമൊന്നും കഴിക്കില്ല. ഞങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നാ. എന്നോടോ? എന്തിനാ? നിങ്ങൾ ഇവിടെയല്ലേ ഇപ്പൊ താമസിക്കുന്നേ, അപ്പൊ ഈ സൊസൈറ്റിയുടെ ഒരു ഭാഗവും കൂടെ ആണല്ലോ. ഞങ്ങളുടെ കിട്ടിപ്പാർട്ടിയിൽ നീയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരെല്ലാരും നിന്നെ ഇത്രയും സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ, ജോയിൻ ചെയ്യേ. അവര് സംസാരിച്ച് സംഭാവനയും കൂടെ അവരുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ സമ്മതിക്കുകയും ചെയ്യും. അടുത്ത ആഴ്ച മിസ്സസ് ഖന്നയുടെ വീട്ടിലാണ് കിട്ടി പാർട്ടി. അവിടെ സംഭാവന സാധാരണ സാരി ഉടുത്തുകൊണ്ടാണ് പോകുന്നത്. ഓ വെൽക്കം ടു മൈ കിറ്റി പാർട്ടി മിസ്. വാട്ട്സ് യുവർ നെയിം? മിസ്സസ് റാവൽ. മൈ നെയിം ഈസ് മിസ്സസ് റാവൽ ആൻഡ് താങ്ക് യു സോ മച്ച്. അവളുടെ ഇംഗ്ലീഷ് കേട്ട് എല്ലാ സ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഇവൾക്ക് ഇംഗ്ലീഷ് അറിയാലോ, കണ്ടു കഴിഞ്ഞാൽ അതൊന്നും പറയത്തില്ല. പോർശേരിയല്ലേ, ബിസിനസ് ചെയ്യണമെങ്കിൽ ഭാഷയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. അതാണെന്നേ, വലിയ ആൾക്കാരുള്ളതല്ലേ, അപ്പോൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു കാണും. ഓ, ഇതെങ്ങനത്തെ സാരിയാണ് സംഭാവന ഇട്ടിട്ട് വന്നിരിക്കുന്നത്? എന്തെങ്കിലും പാർട്ടിക്ക് പറ്റിയത് ഇട്ടുകൊണ്ട് വരുന്നൂടായിരുന്നോ? ഞങ്ങളുടെ സെർവന്റ് പോലും ഇതുപോലത്തെ സാരി ഉടുക്കില്ല. അവര് പോലും വില കൂടിയ സാരി ഉടുക്കുന്നേ. സംഭാവന ഈ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നു. പക്ഷെ അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് എല്ലാവരും ആ പാർട്ടി എൻജോയ് ചെയ്യും. അവിടെ എല്ലാ സ്ത്രീകളും അവരുടെ പാർട്ടി എൻജോയ് ചെയ്യായിരുന്നു. സംഭാവന മാത്രം ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഭക്ഷണം വിളമ്പും. അതെ, നീ എന്തിനാ മാഡത്തിന് സ്പൂണും ഫോർക്കും ഒക്കെ എടുത്തു കൊടുക്കണേ? നിനക്ക് അവരുടെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലേ, അവർക്ക് ഇതൊന്നും പിടിക്കാൻ അറിയില്ല. ഈ വില കൂടിയ ക്രോക്കറി സെറ്റ് കണ്ടപ്പോ തന്നെ കിളി പറഞ്ഞിരിക്കുകയാണ്. സംഭാവനയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അവിടെ ഒന്നും മിണ്ടിയില്ല. അവർക്ക് ഗോൽഗപ്പയുടെ കച്ചവടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് അധികം ആരും സംസാരിക്കില്ല. ഒരു ദിവസം ഗോൽഗപ്പേ വാങ്ങൂ, ഗോൽഗപ്പേ. പുറകിൽ നിന്നൊരു കാറുകാരൻ ഹോൺ അടിച്ച് അവനോട് പറയും, എടേ, നിന്റെ ഈ പാട്ട വണ്ടി എടുത്തൊന്ന് മാറ്റി. ഏതൊക്കെ പാട്ടവർക്കാണ് ഈ ഏരിയയിൽ വന്നേക്കണത്? ആശുതോഷ് അവന്റെ വണ്ടി കുറച്ച് നീക്കിയിടും. കുറച്ചു ദിവസം കഴിഞ്ഞ് അങ്ങനെ സംഭാവന, അടുത്ത ആഴ്ചത്തെ പാർട്ടി നിന്റെ വീട്ടിലായിരിക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഉദ്ദേശിച്ചത് അഫോർഡ് ചെയ്യാൻ പറ്റൂലല്ലേ? അതെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദാ ഇപ്പൊ തന്നെ പറയണം, കാരണം ഇതിന് നല്ല ചെലവ് വരും. എല്ലാവർക്കും കഴിക്കാൻ ഫുഡ്, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എല്ലാം വേണമല്ലോ. ഇല്ലില്ല മിസ്സസ് മലിക്, എല്ലാ അറേഞ്ച്മെന്റ്സും റെഡി ആയിരിക്കും, ഒരു കുഴപ്പമില്ല. വീട്ടിൽ വന്ന് അവൾ എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറയും. കിട്ടിപ്പാർട്ടി ഇവിടെയോ? നീ നോക്കിക്കോ, എന്റെ കൈകൊണ്ട് ഞാനുണ്ടാക്കിയ ഗോൽഗപ്പേ എല്ലാവർക്കും കൊടുക്കും. അത് കഴിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും.
ആ സൊസൈറ്റിയിലെ എല്ലാ സ്ത്രീകളും അണിഞ്ഞൊരുങ്ങി സംഭാവനയുടെ വീട്ടിലെത്തും. അവരുടെ വീടിന്റെ താഴത്തെ ബേസ്മെന്റിൽ വില കൂടിയ കാറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് വീടിന്റെ അകത്ത് കയറും. അകത്തെ കാഴ്ച കണ്ടവര് ഞെട്ടിപ്പോകും. അകത്തുനിന്ന് അതൊരു കൊട്ടാരം തന്നെയായിരുന്നു. വില കൂടിയ ഫർണിച്ചർ, വില കൂടിയ സാധനങ്ങൾ. അപ്പോഴേക്കും സംഭാവന അവിടെ എത്തും. നിങ്ങൾ ഞെട്ടുവൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടുത്തെ വാടകക്കാരല്ല, ഇത് ഞങ്ങളുടെ ബംഗ്ലാവാണ്. എല്ലാ സ്ത്രീകളും കണ്ട് ഞെട്ടിത്തകർന്നുപോയി. നിങ്ങൾ ഈ വീടിന്റെ ഓണർ ആണെങ്കിലും ശരി തന്നെ, പക്ഷെ ഈ ഗോൾഗപ്പ വിറ്റ് എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കുന്നത്? എല്ലാം ഇപ്പൊ തന്നെ മനസ്സിലാകും. രാമുചേട്ടാ, എല്ലാവർക്കും സ്നാക്സും ഷേക്കും ജ്യൂസും ഒക്കെ വെക്കേ. അവരുടെ മുമ്പിലേക്ക് പലതരം സ്നാക്സും ജ്യൂസും ഒക്കെ എത്തും, അതും വിദേശത്തിൽ നിന്നുള്ള ക്രോക്കറിയിൽ. ഹായ്, ഇത് ഞാൻ ജപ്പാനിൽ കണ്ട ക്രോക്കറി സെറ്റ് ആണല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇത് ഞങ്ങൾക്ക് ജപ്പാനിലെ ബിസിനസ് പാർട്ട്ണർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതെ ചേച്ചിമാരെ, ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ തൊഴിലിനും അതിന്റെ അന്തസ്സുണ്ടെന്നാണ്. ഒന്നിനെയും വില കുറച്ച് കാണരുത്. എല്ലാവർക്കും അവർ ചെയ്ത തെറ്റിൽ വിഷമം തോന്നി. അവര് പാവപ്പെട്ടവരെന്ന് കരുതിയവർ അവരെക്കാളും നല്ല പണക്കാരായിരുന്നു. ഒരു ജോലിയും ചെറുതല്ല. കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് ചെയ്യുന്ന ഓരോ ജോലിയും കോടീശ്വരൻ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുടെ മനസ്സും കീഴടക്കാൻ പറ്റും. ശംഭു വടയുണ്ടാക്കുന്ന കട നടത്തിയിരുന്നു. അത് വിറ്റായിരുന്നു അവന്റെ വീട്ടുചിലവ് നടന്നിരുന്നത്. കുറച്ചു ദിവസങ്ങളായി ശംഭു വിഷമത്തിലായിരുന്നു. ഒരു ദിവസം, വീട്ടുടമ വാടക ചോദിക്കുന്നുണ്ട്, ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്. എന്തു ചെയ്യാനാ, നേരത്തെ കടയിൽ വടവിറ്റ് നന്നായി സമ്പാദിച്ചതാണ്. ഇപ്പോൾ അധ്വാനം മാത്രമുണ്ട്. 100 200 വല്ലതും കിട്ടും. അതുകൊണ്ട് എന്തു ചെയ്യാനാണ്, കച്ചവടം നേരത്തെ പോലെ കിട്ടുന്നതേയില്ല. പക്ഷേ എന്താ അങ്ങനെ? ഞാൻ എത്ര ദിവസം കൊണ്ട് ചോദിക്കുക, എന്നോടൊന്നും പറയുന്നില്ല. വട വലിപ്പമുള്ളതുമാക്കി സാധനങ്ങളും ധാരാളം ഇടുന്നുണ്ട്, എന്നിട്ടും സമ്പാദിക്കാൻ പറ്റുന്നില്ല. എന്തു പറയാനാ സുജാതെ, കടയുടെ അടുത്തായി പാനിപൂരിയുടെ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ ആ കടക്കാരൻ വടയും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൈകൊണ്ടുള്ളത് ആർക്കും വേണ്ട. എന്റെ കടയിൽ മുൻപ് വന്നിരുന്നവരൊക്കെ ഇപ്പോൾ എന്റെ കടയിലേക്ക് വരുന്നതേയില്ല. ഇപ്പോൾ എന്റെ കച്ചവടം കൂടുതൽ കുറഞ്ഞു. എന്റെ കച്ചവടം അവസാനിപ്പിക്കേണ്ട സമയമായി. ഇനി വേറെ വഴി എന്തെങ്കിലും കണ്ടെത്തണം. ശംഭു മുഴുവനായും നിരാശനായിരുന്നു. ശംഭു ചിന്തിച്ചു, വട വിൽക്കുന്ന സമയം മാറ്റാമെന്ന്. അതുകൊണ്ട് വൈകുന്നേരത്തിന് പകരം അവൻ രാവിലെ വിൽക്കാനും തുടങ്ങി. രാവിലെ അവൻ വടയുണ്ടാക്കി വിറ്റ് കുറച്ചൊക്കെ സമ്പാദിക്കാനും തുടങ്ങി. കേട്ടിട്ടില്ലേ, കുറച്ചുപേരുടെ ജോലി തന്നെ മറ്റുള്ളവരുടെ ജോലി നശിപ്പിക്കലാണ്. ഒരിക്കൽ ശംഭു ഒരു 11 മണിയോളം വട വിൽക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ കടയിലേക്ക് കുറച്ചാൾക്കാർ വന്നു. ഇത് എല്ലാം അടുത്തു നിന്നിരുന്ന ചായക്കടക്കാരൻ മുതലാളി സന്ദീപ് കാണുന്നുണ്ടായിരുന്നു. അടുത്ത് അവന്റെ ജോലിക്കാരനും ഉണ്ടായിരുന്നു. മദൻ, ഒരു കാര്യം പറ, ഈ ശംഭു വൈകുന്നേരമായിരുന്നില്ലേ കട തുറന്നിരുന്നത്? പക്ഷേ ഇപ്പോൾ എന്തു ചെയ്യുക ഇയാൾ? സന്ദീപ് ചേട്ടാ, അറിയില്ലേ, ശംഭു ഇപ്പോൾ രാവിലെയാണ് കച്ചവടം തുടങ്ങുന്നത്. അയാൾക്ക് മനസ്സിലായി കച്ചവടം വൈകുന്നേരം നമുക്കേ നടക്കുകയുള്ളൂന്ന്. അയാൾക്ക് കച്ചവടം കിട്ടില്ല, അതുകൊണ്ടാ അയാൾ രാവിലെ വന്ന് കച്ചവടം ചെയ്യുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കച്ചവടം ബാധിക്കില്ലേ? രാവിലെ എല്ലാവരും വന്ന് വട കഴിച്ചു പോയാൽ വൈകുന്നേരം ഇവിടെ ആരും വരില്ല. ഒരു കാര്യം ചെയ്, നമുക്കും രാവിലെ കടയിൽ ചോളെ പട്ടോരിയും കച്ചോരിയും ആലു പക്കോടയും മിഠായിയും വിൽക്കാം. നമുക്കും കച്ചവടം വേണ്ടേ? ശരി സന്ദീപ് ചേട്ടാ, നാളെ മുതൽ നമുക്ക് രാവിലെയും അങ്ങ് വന്നേക്കാം. ചായക്കടക്കാരൻ സന്ദീപും ശംഭുവിനെയും നോക്കി രാവിലെയും കഴിക്കാനും കുടിക്കാനുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ തുടങ്ങി. പാവം ശംഭു വീണ്ടും ദുഃഖിതനായി. കാരണം സന്ദീപിന്റെ കട രാവിലെയും വൈകുന്നേരവും തുറക്കാൻ തുടങ്ങി. ശംഭു എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു തന്റെ കട അടയ്ക്കാമെന്ന്. പക്ഷേ സുജാത, അവൾ മിടുക്കിയായിരുന്നു. ശംഭു എല്ലാ കാര്യവും പറഞ്ഞപ്പോൾ അവൾ ശംഭുവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വട വിൽക്കാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. വ്യത്യസ്തമായ എന്തെങ്കിലും. വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കിയാലോ? വെള്ളം കൊണ്ടുള്ള വടയെന്ന് വെച്ചാൽ നാട്ടിൽ അമ്മയുണ്ടാക്കുന്നതല്ലേ? വെള്ളത്തിൽ പുതിനയും മസാലയും ഒക്കെ ഇട്ട് അതുകൊണ്ടല്ലേ അമ്മ വടയുണ്ടാക്കുന്നത്? അതല്ലേ നീ പറയുന്നത്? അത് തന്നെ, അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന വെള്ളവട. പക്ഷേ വെള്ളം കൊണ്ടുള്ള വട അമ്മയ്ക്കേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന വെള്ളം കൊണ്ടുള്ള വടയ്ക്ക് പ്രത്യേക സ്വാദാ. പക്ഷെ അമ്മ ഗ്രാമത്തിലല്ലേ? അമ്മ നഗരത്തിൽ വന്ന് താമസിക്കില്ലെന്നാണ് തോന്നുന്നത്. അമ്മയ്ക്ക് നാട്ടിൽ നിൽക്കാനാ ഇഷ്ടം. അമ്മയെ നഗരത്തിൽ കൊണ്ടുവരാം. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കാതിരിക്കില്ല. ഒരിക്കൽ ശ്രമിച്ചു നോക്കാം. അമ്മ തനിച്ചുമാവില്ലല്ലോ. ഞാനും അമ്മയോടൊപ്പം കടയിൽ ജോലി ചെയ്യാം. എനിക്ക് വിശ്വാസമുണ്ട്, വെള്ളം കൊണ്ടുള്ള വട ഇവർക്ക് ഇഷ്ടമാകും. നമുക്ക് ഒരിക്കൽ ശ്രമിച്ചു നോക്കാമെന്നേ. സുജാത പറഞ്ഞത് കേട്ടപ്പോൾ ശംഭുവിന്റെ മനസ്സിൽ വിശ്വാസം വന്നു. രണ്ടുപേരും അമ്മയെ വിളിക്കാനായി ഗ്രാമത്തിലേക്കും പോയി. തന്റെ മക്കളുടെ ബുദ്ധിമുട്ട് കേട്ട് അമ്മ നന്നായി ചിന്തിക്കാൻ തുടങ്ങി. ശംഭുവിന്റെ ജോലി നന്നായി പോകുന്നില്ലെന്ന് ശംഭുവിന്റെ അമ്മ ശാന്തി കേട്ടപ്പോൾ സുജാതയും വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കുന്ന കാര്യവും പറഞ്ഞു. ശാന്തിദേവി ഉടനെ ചോദിച്ചു, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തുകൊണ്ട് നഗരത്തിലേക്ക് വരില്ല? ഉറപ്പായും വരും, നോക്കിക്കോളൂ.
ഞാൻ എത്ര നന്നായി വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കുമെന്നാൽ ആൾക്കാരുടെ ഒഴുക്കാകും. അമ്മേ, ഞങ്ങൾക്കറിയാം അമ്മയ്ക്ക് ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അമ്മേ, ഞാൻ ബുദ്ധിമുട്ടിലാണ്. അമ്മ കൂടെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറും. ഉറപ്പായും വരാം. പോകാം മക്കളെ, ഞാൻ തയ്യാറാണ്. ശാന്തിദേവി അവരോടൊപ്പം നഗരത്തിലേക്കും വന്നു. അടുത്ത ദിവസം ശംഭുവും വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാനുള്ള സാധനങ്ങളും വാങ്ങി. ശാന്തിദേവി ശംഭുവിനോടൊപ്പം സുജാതയോടൊപ്പം ചന്തയിലേക്ക് പോയി. അവിടെ വെള്ളം കൊണ്ടുള്ള വടയും ഉണ്ടാക്കി. ശംഭു തന്റെ കടയിലെ ബോർഡും മാറ്റി അവിടെ എഴുതി വെള്ളം കൊണ്ടുള്ള വട. ആൾക്കാർ വന്ന് ബോർഡ് വായിച്ചപ്പോൾ വെള്ളം കൊണ്ടുള്ള വട. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാൻ കടയിലേക്ക് വന്നു തുടങ്ങി. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം നഗരത്തിൽ വെള്ളം കൊണ്ട് വടയുണ്ടാക്കുന്ന ശംഭുവിന്റെ അമ്മ നഗരത്തിൽ ഫേമസായി. ഇത് കണ്ട് അടുത്ത കടയിലെ മുതലാളി സന്ദീപ് ദേഷ്യപ്പെടാനും തുടങ്ങി. അയാളും കച്ചവടം കൂട്ടാൻ തന്റെ കടയിലും വെള്ളം കൊണ്ടുണ്ടാക്കുന്ന വടയുണ്ടാക്കാനും തുടങ്ങി. രാജു, നോക്ക്, നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് നീ മദന്റെ ചേട്ടനാണ്. അവൻ എന്നോട് പറഞ്ഞു നിനക്ക് വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാൻ അറിയാമെന്ന്. ഇന്ന് നിന്റെ ആദ്യ ദിവസമാണ്. നീ എങ്ങനത്തെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കണമെന്നാൽ ആൾക്കാർ ഇവിടെ തന്നെ വരണം. വിഷമിക്കണ്ട സന്ദീപ് ചേട്ടാ, ഞാൻ അടിപൊളി വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാം. അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സന്ദീപ് വളരെ അസൂയുള്ളവനാണെന്ന്. നോക്കൂ, അവനും വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാൻ ആളെയൊക്കെ വെച്ചിരിക്കുന്നു. എനിക്ക് പേടിയാകുന്നു, അയാൾ നമ്മുടെ ഈ തൊഴിലും നശിപ്പിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല മോനെ. ഞാൻ എങ്ങനെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കുന്നോ അതുപോലെ ആർക്കും ഉണ്ടാക്കാൻ വരില്ല. നീ കുറച്ച് ക്ഷമിക്ക്, നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. അമ്മ പറഞ്ഞത് ശരിയാ. അമ്മയെപ്പോലെ വെള്ളം കൊണ്ടുണ്ടാക്കുന്ന പാനിപ്പൂരി ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല. നിങ്ങൾ വിഷമിക്കണ്ട. അയാൾക്ക് അമ്മയെപ്പോലെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാൻ പറ്റില്ല. ശാന്തിദേവി പറഞ്ഞത് ശരിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ സന്ദീപിന്റെ കടയിൽ വെള്ളം കൊണ്ടുള്ള വട കഴിക്കാൻ പോയി. എന്നാൽ ഒരെണ്ണം എടുത്ത് അയാൾ കഴിച്ചപ്പോൾ, ഇത് എന്ത് വടയാണ് സന്ദീപ് ചേട്ടാ? ഒരു രുചിയുമില്ല. ഇത് ഒരു കാശിനും കൊള്ളില്ല. എന്റെ പണം തിരികെ തരൂ. വെള്ളത്തിന് ഒരു കൊഴുപ്പ് പോലുമില്ല. പിന്നെ വടയിൽ എണ്ണയുടെ പൂരവും. ഇയാൾക്ക് ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ലെന്നേ. കഴിഞ്ഞ തവണ ഞാൻ അടുത്തുള്ള ആ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ വട കഴിച്ചു. എന്ത് രുചിയാ! ഞാൻ പോകുക. തന്റെ വടയേക്കാൾ അടുത്തുള്ള കടയിലെ വടയാണ് നല്ലത്. പ്രത്യേകിച്ച് വെള്ളം കൊണ്ടുള്ള ആ വട. തനിക്ക് ആ അമ്മ ഉണ്ടാക്കുന്നത് പോലെ വടയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലടോ. ഞാൻ അവിടേക്ക് പോകുക. ഇനി അവിടെയേ കഴിക്കുന്നുള്ളൂ. അയ്യോ, നിൽക്കൂ ചേട്ടാ. രാജു, നീ എന്ത് വെള്ളം കൊണ്ടുള്ള വടയാണ് ഉണ്ടാക്കുന്നത്? ആൾക്കാർ ദേഷ്യപ്പെട്ടു പോകുന്നു. നിൽക്ക്, ഞാനൊന്ന് തിന്നു നോക്കട്ടെ. സന്ദീപ് വെള്ളം കൊണ്ടുള്ള ആ വട കഴിച്ചിട്ട് അങ്ങനെ തന്നെ തുപ്പിക്കളഞ്ഞു. അത് സത്യത്തിൽ ഒട്ടും കൊള്ളില്ലായിരുന്നു. ഇത് എന്താണിത്? വൃത്തികെട്ട രുചി. നീ ഇങ്ങനത്തെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കിയാൽ ഇവിടെ ചാറ്റ് പക്കോട കഴിക്കുന്ന എല്ലാവരും ഇവിടെ നിന്നും പോകും. നീ വീട്ടിലേക്ക് പൊക്കോ. നിന്നെ ഇനി ഇവിടെ ജോലിക്ക് വേണ്ട. മദൻ, ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. അപ്പോൾ ശാന്തിദേവിയും സുജാതയും സന്ദീപിന്റെ കടയിലേക്ക് വന്നു. സന്ദീപ് മോനെ, എനിക്ക് നിന്റെ അമ്മയുടെ പ്രായമുണ്ട്. അതുകൊണ്ട് നീ മനസ്സിലാക്കണം. മറ്റുള്ളവരെ അനുകരിക്കുന്നത് നിർത്തു. എന്തു ചെയ്യുന്നോ അതിൽ ശ്രദ്ധ പുലർത്താൻ നോക്ക്. നീ ആരുടെയും ശാപം ഏറ്റുവാങ്ങരുത്. ഈ വെള്ളം കൊണ്ടുള്ള വട ഞാൻ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായാണ്. നീ ഇനി ആരെ കൊണ്ടുവന്നാലും അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ നിന്റെ പണി നോക്ക്, ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കാം. ബുദ്ധിയുള്ളവനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. ഇത് ഓർത്താൽ മതി. നീ ഞങ്ങളെ അനുകരിക്കാൻ പോകുന്ന ഓട്ടത്തിൽ നിന്റെ ജീവൻ നശിക്കും. അമ്മ പറഞ്ഞത് ശരിയാ. താൻ തന്റെ പണിയിൽ മാത്രം ശ്രദ്ധിക്ക്. ശാന്തിദേവിയും സുജാതയും സന്ദീപിനെ ഒരു പാഠം പഠിപ്പിച്ച് അവരുടെ കടയിലേക്ക് പോയി. സന്ദീപിന് മനസ്സിലായി, ശാന്തിദേവിയെപ്പോലെ വെള്ളം കൊണ്ടുള്ള വട അവിടെ അടുത്ത ആർക്കും ചെയ്യാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അയാൾ അതിനു ശ്രമിക്കാതെ അയാൾ മുൻപ് ചെയ്തിരുന്ന പണി തന്നെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അന്നുമുതൽ അയാളുടെ ശീലമങ്ങ് നിർത്തി. നഗരത്തിൽ മുഴുവനും വെള്ളം കൊണ്ട് വടയുണ്ടാക്കുന്ന ശാന്തിദേവി ദിവസവും ഫേമസ് ആയിക്കൊണ്ടേ വന്നു. ശംഭുവും സുജാതയും ഒരുപാട് സന്തോഷിച്ചു. കാരണം അവരുടെ അമ്മ കൂടെയുണ്ട്. Thanks for watching.